പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ചേർത്തല അങ്ങ് പോകുന്നു. ചേർത്തല തിരോധാന കേസുകളിൽ സെബാസ്റ്റിന്റെ സമയം എന്ന് പറഞ്ഞിട്ട് സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് 32 സെക്കൻഡ്. സമയം പറയുന്നില്ല, വ്യാപകമായി പരാതി. അപ്പോൾ ചേർത്തല സെബാസ്റ്റിന്റെ സഹായികളെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിലും റോസമ്മ ഉൾപ്പെടെ സംശയനിഴലിൽ ഉള്ളവരെ കേന്ദ്രീകരിച്ചാണ് തുടരന്വേഷണം. പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ചേർത്തലയിൽ നിന്ന് അശ്വിൻ പാലാഴിയും ഷെഫീദ് റാവുത്തറും ടോബി ജോൺസണും ചേരുന്നു. ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ റോസമ്മയുടെ വീട്ടിൽ നടത്തിയ പരിശോധന, അവർ നിരത്തുന്ന ചില വാദങ്ങൾ. ഇപ്പോൾ അശ്വിനോട് തന്നെ അവർ പറയുന്നുണ്ട് 2016 15 എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഫോൺ കണ്ടത് അന്നെങ്ങാണം വന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പല ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ. എന്താണ് ആ ഒരു പരിശോധനയുടെ ഭാഗമായി എന്തെങ്കിലും സംശയകരമായ കാര്യം കണ്ടെത്താനായോ? റോസമ്മയോട് അശ്വിൻ ചോദിക്കുന്നു സെബാസ്റ്റിനെ പരിചയമുണ്ടോ? അപ്പോൾ റോസമ്മ തിരിച്ച് അശ്വിൻ എനിക്ക് പരിചയമുണ്ടോ എന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അശ്വിൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ്. എന്തായാലും അന്വേഷണ സംഘം ഈ സംഭവത്തിൽ കുഴഞ്ഞിരിക്കുകയാണ്. ഈ എന്ത് ചെയ്യും എന്നുള്ള വലിയൊരു പ്രതിസന്ധി അവർക്ക് മുന്നിലുണ്ട്. കാരണം നടത്താവുന്ന എല്ലാ പരിശോധനകളും നടത്തി, എല്ലാ അന്വേഷണങ്ങളും നടത്തി, തിരയാവുന്നിടത്തെല്ലാം തിരഞ്ഞു. പക്ഷേ ഈ കാണാതായ ആളുകൾ എവിടെ, ആദ്യം കിട്ടിയ അസ്ഥി കഷ്ണങ്ങളുടെ ബാക്കി ശരീരാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള നിർണായകമായ പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ല. കഴിഞ്ഞ 28-ാം തീയതിയാണ് ആദ്യ പരിശോധന. ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സീരീസിൽ തന്നെ ആദ്യമായ ഒരു പരിശോധന നടക്കുന്നത് അന്നാണ് ഈ തലയോട്ടിയുടെ ഒരു ഭാഗവും ഒപ്പം 2 തുടയെല്ലുകളുടെ ചില ഭാഗങ്ങളും ഈ പരിശോധനയിൽ കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അത് ആരുടേതെന്നുള്ള നിർണായകമായ DNA പരിശോധനാ ഫലം ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ചിന് ലഭിക്കും. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം ബാക്കി ശരീരഭാഗങ്ങൾ എവിടെ എന്നുള്ളതാണ്. എവിടെയാണ് ഈ ശരീരം മറവ് ചെയ്തത് എന്ന് കണ്ടെത്താനായിട്ടില്ല. ഒപ്പം അത് ജൈനമ്മയുടേതാണെങ്കിൽ ജൈനമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു, അതിന് പിന്നിൽ സെബാസ്റ്റ്യൻ മാത്രമാണോ ഉള്ളത്, ഒപ്പം കാണാതായ 2 സ്ത്രീകൾ എവിടെ, അവശേഷിക്കുന്ന 2 സ്ത്രീകൾ എവിടെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൈനമ്മ തിരോധാന കേസാണെങ്കിൽ അത് വളരെ കുറച്ചു കാലം, ഏകദേശം ഒരു 7 മാസം മാത്രമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോഴും ഒന്നും കണ്ടെത്തുന്നില്ല. ഇനിയിപ്പോൾ മറ്റു മാർഗങ്ങൾ തേടുകയാണ് പോലീസ്. അത് സെബാസ്റ്റ്യന്റെ സുഹൃത്തുക്കൾ, സെബാസ്റ്റ്യന്റെ സഹായികൾ എന്നടക്കമുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് സംശയിക്കുന്നത് സെബാസ്റ്റ്യന് ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഒപ്പം ചില ഉന്നത ആളുകളുമായി അയാൾക്ക് ബന്ധമുണ്ട്. അങ്ങനെയാണ് ബിന്ദു തിരോധാന കേസിൽ നിന്നും വളരെ സുഗമമായി അയാൾ രക്ഷപ്പെടുന്നത് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഉന്നതരിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. അത് പോലീസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അക്കാലത്ത് ആലപ്പുഴ SP ആയിരുന്ന ആൾ, ഒപ്പം ചേർത്തല DYSP ആയിരുന്ന ആൾ എന്നിവരിലേക്കൊക്കെ, അവർ ഇന്ന് റിട്ടയറാണ്, സർവീസിലില്ല. ഇവർക്കൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരെയൊക്കെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം നിലവിലുള്ളത്. ഒപ്പം ദുരൂഹമായ സെബാസ്റ്റ്യന് ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്, അതുകൂടി പരിശോധിക്കും. 2 ബാങ്കുകളിലായി 1.5 കോടി രൂപയിലധികം ഇയാളുടെ പേരിലുണ്ട് എന്നുള്ളതാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ബ്രോക്കർ മാത്രമായ സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ഇത്രയും തുക കണ്ടെത്താനായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇക്കാര്യങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് അവസാന വഴി. അതിലേക്ക് നീങ്ങുകയാണ് അന്വേഷണ സംഘം. ടോബി ജോൺസൺ കുറിച്ചിരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. നിലവിലെ അവസ്ഥ, ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസിന് മലയോളം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിൽ പലതും യുക്തിഭദ്രമായ സംശയങ്ങളാണ്. പക്ഷേ ആ സംശയങ്ങളെ കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതല്ലേ ഇതുവരെയുള്ള സംക്ഷിപ്തം, ടോബി? അശ്മി, കൃഷ്ണ, തീർച്ചയായിട്ടും പ്രധാനമായിട്ടുള്ള കാര്യം, സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി ആദ്യത്തെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു കൺഫെഷൻ സാധാരണ ലഭിക്കാറുണ്ട്, കുറ്റസമ്മതം ലഭിക്കാറുണ്ട് പോലീസിന്. പക്ഷേ ഈ കേസിൽ വളരെ ഈ ഒരു 8 ദിവസം 7 ദിവസത്തോളം ചോദ്യം ചെയ്തിട്ടും ഒരു കാര്യവും അല്ലെങ്കിൽ താൻ ചെയ്തുവെന്ന് സമ്മതിക്കാൻ ഈ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ പറയുന്നതും അതുതന്നെയാണ് പക്ഷേ ഈ അറസ്റ്റ് നടത്താനുള്ള കാരണം അത് ചില അനുബന്ധ തെളിവുകളാണ്. അതായത് സെബാസ്റ്റ്യന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് അനുബന്ധ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ സെബാസ്റ്റ്യനെതിരെ വന്നതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊബൈൽ ഫോണാണ്. അതായത് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കോട്ടയത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തത്. ജനുവരി മുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ലഭിച്ചത് 2 മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഓണായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സെബാസ്റ്റ്യന്റെ മൊബൈൽ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ, അതായത് മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്നും അത് സെബാസ്റ്റ്യനാണ് ആ ഫോൺ കൊണ്ടുവന്ന് ആ കടയിൽ
കയ്യിൽ കൊടുക്കുന്നതെന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മിസ് കോളുകൾ സഹോദരിയുടെ ഫോണിലേക്ക്, ജയനമ്മയുടെ സഹോദരിയുടെ ഫോണിലേക്ക് വന്ന മിസ് കോളുകൾ അടിച്ചത് സെബാസ്റ്റ്യൻ ആണെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. അങ്ങനെയാണ് ഈ ഒരു കൊലപാതക കുറ്റം ചുമത്തി ഈ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ വിട്ട് സമ്മതിക്കാൻ അല്ലെങ്കിൽ ഒന്നും തന്നെ തുറന്നു പറയാൻ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല.